ഓരോ സന്ദർഭങ്ങളിലായി ഇസ്ലാമിനെതിരെ വാളോങ്ങുന്ന ആളുകളുടെ വരവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു യുക്തിവാദി തൻ്റെ സ്വന്തം മകളോട് നീ അന്യപുരുഷനുമായി വിവാഹേതര ബന്ധം പുലർത്തുന്നതിൽ ഒരു പിതാവെന്ന നിലക്ക് എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഇതിനകം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പൊതു സമൂഹത്തിന് ഉപകരിക്കുന്ന വല്ല നന്മയും ഉണ്ടോ, ഒരു നന്മയെങ്കിലും എടുത്തു പറയാറുണ്ടോ എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. അതിന്റെ മറുപടികൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലെ പ്രഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനെ കുറിച്ച ലബലേശം ധാരണ പോലുമില്ലാത്ത ഒരു മനുഷ്യനാണ് ബുദ്ധിജീവിയായി ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ നിരാശപ്പെടുത്തിയ കാര്യം. ഇസ്ലാം എന്നാൽ മനുഷ്യൻ ഒരുപാട് നന്മകൾ വാരി വിതരണ മതമാണ് എന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ ഇസ്ലാമിനെ ഒന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ആണെങ്കിൽ പോലും പല ഇസ്ലാമിന്റെ പല നന്മകളും വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് ആളുകൾ, നമ്മുടെ ഗാന്ധിജി വരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകത്തുള്ള എല്ലാ സമൂഹത്തിനും, എല്ലാ മനുഷ്യർക്കും മാതൃകയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ നിന്ന്, പ്രകൃതിയോടും മനുഷ്യനോടും പടച്ചവനോടും ഉള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ വിനയാനിതനായി ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മഹാപ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ച് പോലും ഒന്നും അറിയില്ല ഇത്തരം ആളുകൾക്ക് എന്നുള്ളതാണ് വസ്തുത. വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് ആയത്തുകൾ പൊതുസമൂഹത്തിന്റെ നന്മയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം ഐഡിയോളജിയാണ്, മുസ്ലിങ്ങളുടെ മാത്രം നിലപാടാണ് എന്ന് പറഞ്ഞവർ തള്ളിക്കളഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആത്യന്തിക വിജയത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അത് എന്നുള്ളതാണ് വസ്തുത. ഇരിക്കട്ടെ, അതവർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ഇനി വ്യഭിചാരത്തെക്കുറിച്ചും മദ്യപിക്കുന്നതിനെക്കുറിച്ചും പലിശ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പറയുകയാണെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മദ്യപിക്കുന്നത് തെറ്റല്ല, അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞേക്കാം. ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന ഈ മൂല്യവത്തായ സന്ദേശങ്ങൾ അതിൽ പലതും ഇവർ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രധാന വിഷയമാണ്, ലോകത്ത് 90% മതവിശ്വാസികളാണ്. നൂറുകണക്കിന് മതങ്ങളാണ് ലോകത്തുള്ളത്. മതദൈവവിശ്വാസങ്ങളുടെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ കാഴ്ചപ്പാടുകളിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ സംഘർഷത്തിനും സംഘട്ടനത്തിനും അകൽച്ചയ്ക്കും ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതയെ ഒന്നാമതായി ഇസ്ലാം നിരാകരിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു നിർബന്ധവുമില്ല. ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ എത്തിക്കുന്നു, ഇഷ്ടമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർ അത് സ്വീകരിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമ്മൾക്ക് നമ്മളുടെ മതം എന്ന് വ്യക്തമായി കണിശമായി ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു ബലപ്രയോഗവും ഒരു നിർബന്ധ സാഹചര്യവും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഇല്ല. അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല എന്നുകൂടി ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സൂറത്തുൽ അൻആമിൽ പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ഇസ്ലാം എന്ന് പറയുന്ന സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നത് ശിർക്ക് എന്ന മഹാപാതകം
പടച്ചവനോടുള്ള കൊടിയ നന്ദികേട് അതിന്റെ ഗൗരവതരമായ അവസ്ഥയാണ്. എന്നാൽ ആ ശിർക്ക് ചെയ്യുന്ന അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശത്തിന് ഘടകവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെയും, ഇനി മനുഷ്യന്മാരാണെങ്കിൽ ആരാധ്യരായിരിക്കുന്ന അവരുടെ കൃത്രിമ ദൈവങ്ങളെയും ഒന്നും ശകാരിക്കരുത്. അവരുടെ നിരർത്ഥകമായ വാദങ്ങളൊക്കെ നമുക്ക് സമർത്ഥിക്കാം, മാന്യമായി അന്തസ്സായി, അവരെ പ്രലോഭിപ്പിക്കത്തക്ക രീതിയിലല്ല. അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കരുത് എന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ലാഹ്. എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാം ഈ സന്ദേശം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മതങ്ങൾ തമ്മിൽ കലഹിക്കാതെ, മതങ്ങൾ തമ്മിൽ പോറലുകൾ ഉണ്ടാക്കാതെ, ഓരോരുത്തർക്കും താൻ വിശ്വസിക്കുന്ന സത്യവിശ്വാസത്തിനൊപ്പം താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിനൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ വലിയ സന്ദേശം ഇസ്ലാം നൽകിയാണ്. മാത്രമോ വലൗലാ ദഫുല്ലാഹന്നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉം വസലവാതും വമസാജിദു യുദ്കറ ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. സൂറത്തുൽ ഹജ്ജിൽ പറയാണ്, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പടച്ചവൻ തടുത്തില്ലായിരുന്നുവെങ്കിൽ, ഇവിടെ കാണുന്ന ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ, ജൂത ദേവാലയങ്ങൾ, അള്ളാഹുവിന്റെ ഒരുപാട് ഓർത്തുകൊണ്ടിരിക്കുന്ന പള്ളികൾ, മസ്ജിദുകൾ, അതൊക്കെയും തകർത്ത് തരിപ്പണമാക്കപ്പെടുമായിരുന്നു. അതൊക്കെയും പടച്ചവൻ സംവിധാനിച്ച ഈ വിശാലമായ മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും തകർത്ത് കളയരുത് എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ് ഇസ്ലാം? എവിടെയാണ് ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്നത്? എവിടെയാണ് ഇസ്ലാം മനുഷ്യർക്ക് നന്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആക്രോശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ മഹനീയമായ സന്ദേശമുണ്ടല്ലോ. മാനുഷിക മൂല്യം ഇത്രമേൽ ഉയർത്തിപ്പിടിച്ചൊരു സന്ദേശവും ലോകത്ത് മറ്റൊരു സ്ഥലത്തും മറ്റൊരിടത്തിലും മറ്റൊരു മതത്തിലും ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഒരേ ആണിൽ നിന്ന്, ഒരേ പെണ്ണിൽ നിന്ന് ആണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് മതവിശ്വാസിയായിരുന്നാൽ പോലും സഹോദരി സഹോദരന്മാരെ പോലെയാണ് എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമോ അവസാനിച്ചില്ല. പാവങ്ങളായ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കുന്നവർ ഇവിടെ ഉണ്ടാവാം, സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടാവാം, പ്രയാസം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാം, ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നവരുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളെ കൈയടിയരുത്, അങ്ങനെയുള്ള ആളുകളെ കൈവെടിയരുത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. നോക്കൂ, സൂറത്തുൽ മാഊനിൽ നമുക്കറിയാം, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കരുത്. അങ്ങനെ നൽകാതിരിക്കുന്നവൻ മതത്തെ കളവാക്കിയവനാണ്, അവൻ ഇസ്ലാമല്ല, മുസ്ലിമല്ല എന്നാണ്. പാവപ്പെട്ടവന്റെ, ദരിദ്രന്റെ ഏത് വിഷമാവസ്ഥയായും, അത് ഭക്ഷണമാവട്ടെ, പാർപ്പിടമാവട്ടെ, വസ്ത്രമാവട്ടെ, എന്തെന്ത് അത്യാവശ്യ വിദ്യാഭ്യാസമാവട്ടെ, രോഗത്തിനും പ്രയാസപ്പെടുമ്പോൾ ചികിത്സാ സൗകര്യങ്ങളാവട്ടെ, എന്തും ചെയ്തു കൊടുക്കണമെന്നാണ് വിശ്വാസി സമൂഹത്തോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങളോട് മാത്രം, വിശ്വാസികളോട് മാത്രം പറഞ്ഞ കാര്യമല്ല. ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വിഭാഗം ആളുകളെ, ഈ പറഞ്ഞ യുക്തിവാദി അടക്കമുള്ളവൻ പോലും രോഗബാധിതനായി പ്രയാസപ്പെട്ട് മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവന് പോലും മരുന്നെത്തിച്ച് അവന്റെ ജീവൻ നിലനിർത്താൻ, രോഗം ഭേദമാകാൻ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. മാത്രമോ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിൽ, ധർമ്മനിഷ്ഠയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. പുണ്യത്തിൽ, നന്മകൾ ഇവിടെ ചെയ്യുന്നതിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ നിങ്ങൾ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കണം.
വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും അതിക്രമത്തിലുമൊന്നും നിങ്ങൾ പരസ്പരം സഹകരിക്കരുതേ, നിങ്ങൾ സഹായിക്കരുതേ, അതിൽ നിങ്ങൾ വിട്ടുനിൽക്കണം. എല്ലാ മനുഷ്യ സമൂഹവും ഉൾക്കൊള്ളേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. നിങ്ങൾ പാപത്തിൽ, നിങ്ങൾ തെറ്റിൽ, നിങ്ങൾ അഴിമതിയിൽ, നിങ്ങൾ കൃത്രിമമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ എന്ന് വേണ്ട എല്ലാം മനുഷ്യരെ തമ്മിൽ ദ്രോഹിക്കുന്നതിൽ, മനുഷ്യരെ ആക്രമിക്കുന്നതിൽ അങ്ങനെയൊന്നും നിങ്ങൾ സഹകരിച്ചു പോകരുത്, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. എന്നാൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നായി നിൽക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഈ കാര്യം എല്ലാ മനുഷ്യരും ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാവണം. നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവണം. നീതിയോടൊപ്പം നിൽക്കണം. നീതികേട് ആണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ സ്വന്തം ആളായാൽ അവന് വേണ്ടി എന്തും ചെയ്യാം. നീതിയോ അനീതിയോ എന്ന് നോക്കാതെ, ന്യായമോ അന്യായമോ എന്ന് നോക്കാതെ എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. എന്നാൽ നീതിക്ക് വില കൽപ്പിക്കുമ്പോ ചിലപ്പോ പ്രിയപ്പെട്ട ആളുകളെ, പ്രിയപ്പെട്ട അനുയായിയെ, ഒപ്പം ഉള്ള ആളുകളെ, സ്വന്തം വീട്ടുകാരെ ചിലപ്പം എതിർക്കേണ്ടി വരും. നീതി മറുപക്ഷത്താണെങ്കിൽ ആ രീതിയായിരിക്കണം വിശ്വാസി ഉൾക്കൊള്ളേണ്ടത്. ഏത് ഘട്ടത്തിലും നീതിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വലാ യജ്രിമന്നകും ശർആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു അഖ്റബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള അമർഷം, ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള പ്രതിഷേധം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാവരുത്. നമ്മളൊരു ജനതയോടുള്ള വിദ്വേഷം നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ സംഘടിതമായി തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ അവരെ എതിർക്കുമ്പോഴും അവരോട് പ്രതിഷേധം അറിയിക്കുമ്പോഴും അവരുമായി ഏതെങ്കിലും രീതിയിലുള്ള സംവാദങ്ങളുമൊക്കെ നടക്കുമ്പോൾ പോലും അവരുടെ പേരിൽ കള്ള ആരോപണങ്ങൾ, അവരെ അതിക്രമിക്കുന്ന സ്വഭാവങ്ങൾ, അവരെ പരിഹസിക്കുന്ന രീതികൾ, അതൊന്നും വിശ്വാസിയിൽ ഉണ്ടാവരുത്. നീതിക്ക് നിരക്കാത്തതൊന്നും താൻ എതിർക്കുന്ന അല്ലെങ്കിൽ തന്നോട് ഇങ്ങോട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സമൂഹമായിരുന്നാൽ പോലും അവരോട് കാണിക്കരുത്. ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് തഖ്വയുടെ ഏറ്റവും അടുത്തുള്ളത്. ഇനി മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് വന്നാലോ, കോപം, വിദ്വേഷം, ക്ഷമയില്ലായ്മ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ തന്നെയാണ് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മം നിർവഹിക്കുന്നവൻ. എന്താ ദാനധർമ്മം നിർവഹിക്കുന്ന പറഞ്ഞാൽ, എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ അന്യർക്ക് അറിയുന്നവരും അറിയാത്തവരുമായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നൽകുകയാണ്. ഒട്ടേറെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത സ്വത്തായിരിക്കാം. സക്കാത്ത് എന്ന വിഹിതത്തിനപ്പുറം സദഖയായി ഞാൻ നൽകുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സ്വത്തിൽ നിന്നാണ്. എന്നാൽ അതുപോലും അങ്ങനെ സ്വത്തുള്ള ഘട്ടത്തിലും ഇനി ഒന്നുമില്ലായ്മയിൽ വളരെ നിസ്സഹായനായി പോകുന്ന അവസ്ഥയിൽ പോലും ചെറിയൊരു കാശ്, ചെറിയൊരു സമ്പാദ്യം, ചെറിയൊരു ഭക്ഷണ സൗകര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിനേക്കാൾ പ്രയാസപ്പെടുന്നവന് എത്തിച്ചു കൊടുക്കുക എന്ന മഹനീയമായ മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമാണ് ഇവിടെ ഖുർആൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുക. വൽ കാളിമീനൽ ഗൈള്. കോപം, ദേഷ്യം, വിദ്വേഷം ഒതുക്കി വെക്കണം. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും വേണം. മുസ്ലിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക എന്നല്ല പറഞ്ഞത്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും വേണം. മാപ്പ് കൊടുക്കുക അതൊരു വല്ലാത്ത കഴിവാണ്, പലർക്കും ഇല്ലാതെ പോകുന്ന കഴിവാണ്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ പറ്റാവുന്ന വലിയൊരു കഴിവാണത്. ക്ഷമിക്കാൻ കഴിയുക, മാപ്പ് കൊടുക്കാൻ കഴിയുക. ഇങ്ങോട്ട് എന്ത് ചെയ്തോ അതേ അളവിൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാതെ അത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ
അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും സംജാതമാവുക. ഒരുപാട് ചരിത്രം ഇസ്ലാമിലുണ്ട്. മക്കം പശ്ചാത്തലമുള്ള സംഭവങ്ങൾ. വഹ്ശി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ വെച്ച് നെഞ്ചി പിളർന്ന് കരൾ പുറത്തെടുത്ത ചാപ്പിട്ട് കൊണ്ട് എറിഞ്ഞ് നെഞ്ചി പിളർന്ന് കരൾ പുറത്തെടുത്ത് ഹിന്ദിന് സമ്മാനിച്ച വ്യക്തിത്വമായിരുന്നു വഹ്ശി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തു, ക്ഷമിച്ചു. പ്രവാചകൻ സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, വഹ്ശി, നീ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് പ്രത്യക്ഷപ്പെടുമ്പോ ഒന്ന് അകന്നു നിൽക്കണേ എന്ന് മനസ്സ് പതറിപ്പോകാതിരിക്കാൻ പ്രവാചകൻ പുറത്തു കൊടുത്തിൽ എത്ര സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇത് ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട ആദർശം, ഖുർആൻ ഉൾക്കൊണ്ട് ജീവിച്ച പ്രവാചകൻ മാതൃകയായി കാണിച്ചു തന്നതാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ടും നമുക്ക് കാണാവുന്ന വലാ തഅ്തു ഫിൽ അർളി മുഫ്സിദീൻ സൂറത്തുൽ ബഖറയിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കി നാശം വിതക്കരുത്. വലാ തക്തുമു ഷഹാദ നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. നേരത്തെ സൂചിപ്പിച്ച നീതിക്കൊപ്പം ചേർന്ന് നിൽക്കുകയും സന്ദർഭം നോക്കി ആളുകൾക്ക് വേണ്ടി കോലം മാറിക്കൊണ്ട് സത്യവും അസത്യവും നോക്കാതെ നീതിയും അനീതിയും നോക്കാതെ പെരുമാറരുത്, കള്ളസാക്ഷ്യം പറയരുത്. ആരത് മറച്ചു വെക്കുന്നുവോ അവന്റെ മനസ്സ് പാപപങ്കിലമാണ്. ഒരു സത്യം പറയുന്നിടത്ത് ഒളിച്ചു നിൽക്കുക. ഇസ്ലാമിന്റെ സന്ദേശമായിരുന്നാലും അറിയുന്ന ഒരുപാട് ആളുകൾ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശമെന്ന് നേർക്ക് നേരെ അറിയാവുന്ന ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് അറിവുള്ള ആളുകൾ പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. ദുനിയാവിലെ കാര്യത്തിന് വേണ്ടി ഒളിച്ചു വെക്കുകയാണ്, സത്യത്തെ മറച്ചു വെക്കുകയാണ്. പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നല്ലാഹ യഅമുറുക്കും അൻ തുബദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണം. നമ്മളിൽ ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്, പണമായിട്ട്, വായ്പ മേടിക്കുന്നതുമൊക്കെ അതിൽപ്പെടും. പണമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് നമ്മിൽ ഒരു അമാനത്ത് ഏൽപ്പിച്ചാൽ അത് കൃത്യതയോടെ അവരിൽ തിരിച്ചേൽപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഖുറൈശികളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ കൊടിയ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയി. നമ്മളത് വിശദീകരിച്ച സംഭവമാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുക്കൽ ഒരുപാട് അമാനത്തുകൾ വ്യത്യസ്തങ്ങളായ ആളുകളുടെ, വിശ്വാസികൾ മാത്രമല്ല മക്കയിലെ പല ആളുകളും പലതും ഏൽപ്പിച്ചു വെച്ചിരുന്നു. ഇവിടുത്തെ ഇന്നത്തെ പോലെ ലോക്കർ സംവിധാനം, ബാങ്ക് സംവിധാനം, അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. വിശ്വസ്തരായ ആളുകളുടെ കീഴിൽ ഇത്തരം സാധനങ്ങൾ, ഇത്തരം സ്വത്തുക്കൾ, ഇത്തരം അമാനത്തുകൾ ഏൽപ്പിക്കാറായിരുന്നു പതിവ്. അങ്ങനെ പ്രവാചകന്റെ അടുക്കലും കുറെ ആളുകൾ പലതും ഏൽപ്പിച്ചിരുന്നു. പ്രവാചകൻ പോകുമ്പോ ആ വിഷമാവസ്ഥയിൽ തന്റെ വീടിന് പുറത്ത് ഖുറൈശിയിലെ പ്രമുഖരായ ആളുകൾ വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകനെ വധിക്കാൻ നിൽക്കുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഈ അമാനത്തുകൾ എന്നെ ഇന്നാലിന്ന ആളുകൾ ഏൽപ്പിച്ചതാണ്, അത് ഇന്നാലിന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം, കൃത്യതയോടെ തിരിച്ചു കൊടുക്കണമെന്ന് ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ചില സന്ദർഭങ്ങൾ മധ്യസ്ഥം പറയേണ്ട ചില സമയങ്ങളുണ്ടാവാം, ചില ഘട്ടങ്ങളുണ്ടാവാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികളോട് നീതിയും അവിശ്വാസികളോട് അനീതിയും എന്നാണോ? അല്ല. എല്ലാ സമൂഹം, എല്ലാ ജനങ്ങളോടും നീതിയോടെ പെരുമാറണമെന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മഖ്സൂം ഗോത്രത്തിലെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു വരേണ്യ വർഗത്തിൽപ്പെട്ട കുടുംബത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തിയപ്പോ അതാകെ അവിടെ വരെ ചർച്ചയായി. ഖുറൈശികൾക്ക് ഒരു ബേജാറ്. എങ്ങനെയാണ് ഈ സ്ത്രീയുടെ മോഷണത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരീക്ഷിക്കുക? പ്രവാചകനോട് വിഷയം പറയാനൊരു ഭയം.
അവൾ ശിക്ഷിക്കപ്പെടുമോ എന്നൊരാൾക്ക് ഓർത്തൊരു ഭയം, പ്രമാണികമാരായ ആളുകൾക്കൊരു ഭയം. അവരൊക്കെയും അവരിൽ ചിലരൊക്കെ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ പറയണം, താങ്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്, അതുകൊണ്ട് താങ്കൾ പറയണം പ്രവാചകനോട് ഈ വിഷയം. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പോയി പറഞ്ഞു. ഈ മോഷണ കാര്യം പറഞ്ഞപ്പോ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. എന്താ ഉസാമ, അല്ലാഹുവിന്റെ വിധിക്കെതിരെ ഞാൻ എന്തെങ്കിലും പറയണമെന്നാണോ നീ എന്നോട് പറയുന്നത്? അല്ലാഹുവിന്റെ തീർപ്പിനെതിരെ ഞാൻ വേറെ രീതിയിൽ പ്രതികരിക്കണമെന്നാണോ നീ എന്നോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു പ്രവാചകൻ. എന്നിട്ട് കുസുമകാമ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നമാ അഹ്ലക്കല്ലദീന ഖബലക്കും അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിമുശ് ശരീഫു തറക്കൂ. നിങ്ങളുടെ മുൻ സമുദായം നശിച്ചു പോയത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? അന്നത്തെ ആളുകൾക്കിടയിലെ ഉന്നതരായ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, മോഷണം പോലുള്ള തെറ്റ് ചെയ്താൽ, അവൻ സ്വതന്ത്രനായി തന്നെ പിന്നെയും ജീവിക്കും, അവനെ ശിക്ഷിക്കുമായിരുന്നില്ല. എന്നാൽ ദുർബലരായ നിസ്സഹാര ആളുകളിൽ നിന്നാണ് ഇത്തരം തെറ്റുകൾ, മോഷണം പോലുള്ളവ വന്നു പോകുന്നത് എങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. നീതികെട്ട സമ്പ്രദായം അത് കൈക്കൊണ്ട ആളുകൾ എന്ന നിലക്കാണ് മുൻഗാമികൾ നശിച്ചു പോയത് എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അറിയണം, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, എന്റെ മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ അവശേഷിച്ച ഒരേ ഒരു മകൾ, പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ 6 മക്കളും വിട പറഞ്ഞു പോയി. അവശേഷിച്ച ഒരേ ഒരു മകൾ, എല്ലാ സ്നേഹവും പ്രവാചകൻ ഈ മകൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയും പിതാവായ പ്രവാചകനും തമ്മിൽ. അങ്ങനെയുള്ള ഫാത്തിമ എന്ന എന്റെ മകളാണ് കട്ടതെങ്കിൽ നിശ്ചയമായും അവരുടെ കൈ ഞാൻ ഛേദിക്കുമായിരുന്നു, മുറിക്കുമായിരുന്നു. പ്രവാചകൻ പുളു പറയുന്ന ആളല്ലാന്ന് അറിയാമല്ലോ, അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ്. എങ്ങാനും പ്രവാചകന്റെ മകൾ ആയിരുന്നു ഇത്തരം മോഷണ കേസിൽ പ്രതിയാകപ്പെടുകയും ശിക്ഷയ്ക്ക് അർഹയായി എന്ന് തോന്നുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രവാചകൻ ചെയ്യുമായിരുന്നു, ഉറപ്പാണ്. ആ സത്യമാണ് പ്രവാചകൻ ഇവിടെ വിളിച്ചു പറഞ്ഞത്. നോക്കൂ, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാതൃക ഇത് ലോകത്തിന് ഉപകാരമല്ലേ? ഇത് മനുഷ്യ സമൂഹത്തിന് ആകമാനം ഉപകാരമല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരായത്തെങ്കിലും ഉണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ ഉണർത്തുകയാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹാസ പേരുകൾ പരിഹസിക്കുന്ന ഒരുപാട് കാര്യം ഇപ്പൊ മതസംഘടനകളിൽ പോലും അതാണ് വളരെ മോശമായ രീതിയിൽ നമുക്ക് യോജിക്കാത്ത ആളുകളെ വിമർശിക്കുന്നു. വളരെ മോശമായ രീതിയിൽ ഖുർആന്റെ അധ്യാപനങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് പരിഹാസവും അവഗണനയും പരദൂഷണവും ഒക്കെ ആയി നടക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കല്ലേ. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഉന്നതരാവാം. ഒരു വിഭാഗം സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. വലനിസാ, അതായത് സ്ത്രീകളും ഇതേപോലെ തന്നെ പരിഹസിക്കരുത്, അവരെക്കാൾ പരിഹസിക്കപ്പെടുന്നവർ ഉന്നതരായേക്കാം. സ്ത്രീകളിൽ ഈ സ്വഭാവം കുറച്ചുകൂടി കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീകളെ പ്രത്യേകമായി, മനുഷ്യരോട് പൊതുവായും സ്ത്രീകളെ പ്രത്യേകമായും ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത്, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. പരിഹാസ പേര് വിളിച്ച് അപമാനിക്കരുത്, ആളുകളെ നിന്ദിക്കരുത്, ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്, ആരായിരുന്നാലും.
മാന്യമായ രീതിയിൽ പറയാനുള്ളത് പറയുക, അന്തസ്സായ രീതിയിൽ പറയാനുള്ളത് പറയുക. പറയുന്ന കാര്യങ്ങൾ അതിൽ വിടുമ്പോ, അത് മോശമായ ഒരു നിലയിലേക്ക് വരുമ്പോ കാലൂ സലാമാ, പറച്ചു അതിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോവുക. ജാഹിലികളായ വിവരമില്ലാത്ത ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുമ്പോൾ അവിടെ നിൽക്കരുത് എന്നാണ്. ക്ഷമയവരം വെച്ച് പോവുക. പടച്ചവന്റെ മുമ്പിൽ അതിനൊക്കെ വലിയ പുണ്യം. ആളുകളുടെ മുമ്പിൽ തരംതാഴ്ന്നൊന്നും വിചാരിക്കേണ്ട. അത് അന്തസ്സുള്ള മനുഷ്യന്റെ സ്വഭാവമാണത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഇതാ വിശ്വാസികളെ കുറിച്ച് വീണ്ടും പറയാണ്, ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി ഇന്ന ബഅദൽ വന്നി ഇസ്ം. സത്യവിശ്വാസികളെ ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിക്കണം. ഊഹിച്ച് കാര്യങ്ങൾ പറയാണ്. അവരെന്തിനാ അവിടെ പോയത്, അവരെന്താണ് അക്കാര്യത്തിൽ ഇത്ര ആവേശം എന്നൊക്കെ രീതിയിൽ വെറുതെ ഊഹിച്ചു പറയുകയാണ്. അതിൽ നിങ്ങൾ ആ ഊഹത്തിന്റെ ആളുകളായി നിങ്ങൾ പോവരുത്. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാ. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ. നിങ്ങൾ ചാരവൃത്തി നടത്തരുതേ. നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും ചെയ്തത്. അങ്ങനെ ഖുർആൻ എത്ര മനോഹരമായ, മനുഷ്യർക്കാകമാനം സമാധാനത്തോടെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ എത്ര നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. അതിന്റെ പിന്നാലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾ ബുദ്ധിയുള്ളവരല്ല, വിവരമില്ലാത്തവരാണ് എന്ന് നാം മനസ്സിലാക്കുക. അത്തരം ആളുകളുടെ ഇത്തരം ജൽപ്പനങ്ങൾക്കെതിരെ ഖുർആനിന്റെ ഇത്തരം ആയത്തുകൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സൗമ്യമായി വിശദീകരിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.